ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ദൂരം താണ്ടി വന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരലുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു വഴി. ഒരു ഇച്ചിരി അങ്ങോട്ട് നടന്ന് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തോണികൾ ഇങ്ങനെ പോകുന്നത് കാണാം, ചൂണ്ടയിടുന്നത് കാണാം. ഒന്നും വേണ്ട, നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മളറിയാതെ ഉറങ്ങിപ്പോവും. പിന്നെ പിള്ളേരെ കയറ്റും വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഓടണോ നോക്കണം, വീഴുന്നോ നോക്കണം. നമ്മളിവിടെ ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് ഇരിക്കണ കാണുമ്പോൾ എല്ലാവരും പറയും കേട്ടോ, കുട്ടികളെ ശ്രദ്ധിക്കണം, നല്ല ആഴമാണ്. അങ്ങനെ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അവരോട് ഇങ്ങനെ ഒച്ചിട്ട് കണ്ട് കുത്തിരിക്കലാണ് ഞാൻ. അവിടെ വഞ്ചിയിലുണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞു, വഞ്ചിയിലൊക്കെ കയറി ഇരുന്നോ, ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടി കേട്ടോ, ഞാൻ കയറിയില്ല. പിന്നെ ഇക്ക ഉണ്ടായിരുന്നില്ല കൂടെ, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളായിരുന്നു. അതിൽ അവരൊക്കെ കയറിയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ചേട്ടൻ പറയുണ്ടായി, നീന്താൻ അറിയാത്തവരാണോ ഇതിനകത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മരിച്ചിട്ടേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മക്കള് കയറിയപ്പോൾ മാക്സിമം ഞാൻ അവരെങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇറക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലേക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ വൈകുന്നേരമാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ഒരു 4:30-5 മണിക്കായ സമയത്താണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.